ടെററിസ്റ്റ് ആയിരുന്നു പ്രഖ്യാപിച്ചത്. അസ്സലാമലൈക്കും. സ്നേഹം ബിരിയാണി കച്ചവടം ഇതാണ് നമ്മുടെ പരിപാടി. നമ്മള് മുന്നാറിന്റെ നേരെ ചോടെ ഒരു നീല കടൽ കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഓരോ കാഴ്ചകളും ഓരോ അത്ഭുതത്തോടെയും നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാവലിസ്റ്റ് ഫാമിലിയുടെ 62ാമത്തെ രാജ്യമായിട്ടുള്ള സ്കോട്ട്ലാൻഡ് എപ്പിസോഡിലേക്കാണ് നമ്മൾ കിടക്കാൻ പോണത്. ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് സ്കോട്ട്ലാൻഡിൻ്റെ ലോകം അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എഡൻബറ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത്. രാവിലെ തമ്പുരാനോട് സ്തുതി പറഞ്ഞ് നമ്മൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ലോങ് ജേണി ആയിരുന്നു, 3 മണിക്കൂറോളം ലോങ് ജേണി ആയിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ന്യൂ കാസിൽ ഡാർലിംഗ്ടൺ ഒക്കെ ക്രോസ് ചെയ്ത് പോയി. നല്ലൊരു ട്രെയിൻ യാത്രയായിരുന്നു. നല്ല കൃഷി സ്ഥലങ്ങളും മോർണിംഗ് വൈബുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രെയിൻ യാത്ര കഴിഞ്ഞ് സ്കോട്ട്ലാൻഡ് തലസ്ഥാനമായിട്ടുള്ള എഡൻബറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇന്ന് 4 ഡിഗ്രിയാണ് കേട്ടോ, സെൽഷ്യസ്. നമുക്ക് എന്തായാലും എക്സിറ്റ് അടിക്കാം. നല്ല തണുപ്പുണ്ട്. രാവിലെ അതിന് നല്ല തണുപ്പായിരുന്നു വരുമ്പോൾ. ഫുള്ള് റെയിൽവേ സ്റ്റേഷൻ ഗ്ലാസ് കൊണ്ട് മൂടിയിരിക്കുക കേട്ടോ. മൊത്തം ഗ്ലാസ്സുമേ ഡ്രസ്സ് അടിച്ചിട്ട് അതിൻ്റെ മേലെ ഫുള്ള് ഗ്ലാസ് അടിച്ചിരിക്കുക കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, ഇപ്പോൾ തുടങ്ങിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനാണ്. സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. 12-13 പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എക്സിറ്റ് അടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് എന്തെങ്കിലും കഴിക്കണം. അത് നമുക്ക് നോക്കാം. എക്സിറ്റ് എവിടെയാണെന്നാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ലണ്ടനിലേക്കും വെയിൽസിലേക്കും എല്ലായിടത്തേക്കും ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് കേട്ടോ. അതേമാതിരി ഗ്ലാസ്ഗോയിലേക്കൊക്കെ. കയറി വരുമ്പോൾ തന്നെ ഒരു ആർക്കിടെക്ചറൽ പവറോട്ടം കാണണം. നോക്കിയാൽ ഈ എഡിൻബർഗ് ശരിക്കും പറഞ്ഞാലേ മോസ്റ്റ് വിസിറ്റഡ് സിറ്റികളിലൊന്നാണ് ലോകത്തിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിർമ്മിതികളാണ്, ഈ ആർക്കിടെക്ചറൽ നിർമ്മിതികളാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നമ്മൾ ലണ്ടനിൽ കാണുന്ന ടാക്സി, ലണ്ടൻ ടാക്സി കൂടി ഉണ്ട് കേട്ടോ. ഓ, ബിൽഡിങ്ങിന് നല്ല വെയിലുള്ള ദിവസം നല്ല കാഴ്ച കേട്ടോ. എന്തായാലും നമ്മൾ ഇറങ്ങി. എഡിൻബറ ആദ്യമായിട്ട് കാണേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സ്കോട്ടിഷ് വിസ്കി നമ്മൾ മെയിനായിട്ട് കേട്ടിട്ടുണ്ട് കേരളത്തിലെ ആൾക്കാർ. പക്ഷേ സ്കോട്ട്ലൻഡിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ ഹെവി രീതിയിൽ പഠിച്ചിട്ടൊന്നല്ല എന്താ ഇറങ്ങിയത്, ഒരു ലക്ഷറി ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. കുറേ നാളെ യാത്ര ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും വീട്ടിൽ നിന്ന് ജസ്റ്റ് ചാടേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് നമ്മളൊരു വിസയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. 14 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 14 ദിവസമായി. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പാസ്പോർട്ട് കിട്ടും. നമ്മുടെ യാത്ര അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ UK എന്ന് കേൾക്കുമ്പോൾ ലണ്ടൻ, UK, ഇംഗ്ലണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UK എന്ന് പറഞ്ഞത് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് 4 രാജ്യങ്ങൾ ഒത്തുകൂടുന്നതാണ്. അതിൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, അതുപോലെ വെയിൽസ്. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡ് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ സ്കോട്ട്ലൻഡിനെ പറ്റി പഠിക്കുമ്പോൾ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത്. സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യ ഉണ്ട്, അമേരിക്ക ഉണ്ട്, അല്ലെങ്കിൽ ചൈന ഉണ്ട്. ഇവിടെയൊക്കെ ഫെസ്റ്റിവൽസൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽ, ഒരു കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു രാജ്യമാണ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് എന്തായാലും പതുക്കെ സ്കോട്ട്ലൻഡ് കാഴ്ചകൾ കാണാം.
ഇന്ന് അടുത്ത കാര്യം എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു യാത്രികൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഈ 2-3 ദിവസമൊക്കെ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യണത് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറഞ്ഞ നമ്മുടെ ചങ്ങിൻ്റെ കൂടിയാണ്. സ്റ്റാൻഡപ്പിനെ എന്താ പറയുക, കുറ്റം പറയാനും ചീത്ത പറയാനൊക്കെ അവകാശപ്പെട്ട ഒരാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. 50,000 രൂപയ്ക്ക് കേരള ടു ലണ്ടൻ യാത്ര നടത്തി പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എഡിൻബർഗിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് ഒരു 3-4 ദിവസം ഒഴിവ് കിട്ടി. അപ്പോൾ ഞാനും ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് ശരിക്കും സ്കോട്ട്ലൻഡ് കാണാനായിട്ട്. എവിടെ വരെ കണ്ട് അവസാനിപ്പിക്കാൻ പറ്റും നമുക്കറിയില്ല. 3 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് നോക്കാം, പരമാവധി കാഴ്ചകൾ കാണാം, പരമാവധി എക്സ്പീരിയൻസ് ചെയ്യാം. അതിനുപരി ഒരു വിൻ്റർ ട്രിപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ട്രിപ്പായിട്ട് നിങ്ങൾ ഇതിനെ കാണാം. നമ്മുടെ അടുത്ത യാത്രകൾ നമ്മുടെ സൗത്ത് അമേരിക്ക, വേറെ ഹെവി യാത്രകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 62ാമത്തെ രാജ്യം നമ്മളിങ്ങനെ പതുക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മിതികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ നിർമ്മിതി കണ്ടാൽ നമ്മൾ പഴയ നിർമ്മിതി എന്ന് പറയില്ല, അപ്പോട്ടൊരു സാധനം കണ്ട അത് പഴയ നിർമ്മിതി കേട്ടോ. എയർപോർട്ടിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിലെവിടെയെങ്കിലും വന്നിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ആൾ വെയിറ്റിങ്ങിലാണ് നമ്മൾ. ഇതൊക്കെ നമ്മൾ യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. നമ്മൾ എഡിൻബർഗിൽ വന്നിറങ്ങി ട്രെയിൻ ഇറങ്ങിയ വഴിക്ക് എയർപോർട്ടിലേക്കുള്ള ബസ്സുകൾ ഒരു സൈഡിൽ ഇങ്ങനെ വരി നിർത്തിയിരിക്കട്ടോ. അതൊരു വലിയൊരു കാഴ്ചയാണ്. നമ്മളൊരു സിറ്റിയിൽ വന്നിറങ്ങുമ്പോൾ നമ്മളാകെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നീ കാണുന്നത്. നമ്മളെല്ലായിടത്തേക്കും ബസ് സർവീസും അതേപോലെ ട്രെയിൻ സർവീസൊക്കെ വരുമ്പോൾ നമുക്ക് സ്വല്പം കൂടി ധൈര്യം വരും മൊത്തത്തിലുള്ള യാത്രകൾക്കും എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മുടെ എയർപോർട്ടിലേക്ക് ബസ് കണ്ടു. യൂറോപ്പിൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് നമുക്ക്. ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഉണ്ട്. പക്ഷേ സ്വല്പം കൂടി ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ആക്സസ് ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ 2-3 ആഴ്ചകളായിട്ട് യാത്രകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റേഴ്സിനും ഒരു ബഹളനൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും ഇക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുള്ളി ഫ്ലൈറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ അടുത്ത കാഴ്ചകളിലേക്ക് പതുക്കെ കിടക്കാം. തണവ് വെയിൽ ഉദിച്ചാരണം ഒരു പൊടിക്ക് തണവ് കുറവുണ്ട്. എന്നാലും എന്താ പറയുക, ഈ തണലിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പാട്ടാ. ഓ എന്തിട്ട് നിർമ്മിതി ആലോചിക്കാൻ പറ്റും. ഇത് കണ്ട 1840 മുതൽ 44 വരെ പണിതുണ്ടാക്കിയ ഒരു മെമ്മോറിയലാണ് ഇത്. സ്കോട്ട് മോണിമെന്റ് എന്ന് പറഞ്ഞു നോക്കിയാൽ ആലോചിക്കുക. 200 വർഷം മുമ്പ് പണിതുണ്ടാക്കിയ മോണിമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും സ്കോട്ട്ലാൻഡ് ആർക്കിടെക്ചറൽ സിറ്റി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഒരുപാട് നിർമ്മിതികൾ നമുക്ക് കാണാണ്ട്. പരമാവധി ഒപ്പിയെടുക്കാം. കാലാവസ്ഥയുടെ അനുകൂലവും പ്രതികൂലമൊക്കെ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കണടാ. നമ്മുടെ നാട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സിസ്റ്റമാണെന്ന് നോക്കിയാൽ, അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ. ഏത് പാർക്ക്, എത്രയോ പാർക്കുകളുണ്ട്. ഏറ്റവും കൂടുതൽ പാർക്കുകളുടെ സിറ്റി കൂടിയാണ് ശരിക്കും സ്കോട്ട്ലാൻഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർക്കുള്ള സിറ്റികളാണ്. പക്ഷെ അതിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ആ പാർക്കുള്ള സിറ്റി എന്ന് പറയൽ മാത്രമല്ല, ചെടികൾ വെക്കാനും അതിനുള്ള ടീമിന് കണ്ട. നമ്മുടെ നാട്ടിൽ എത്രയോ ജനസംഖ്യ അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ജോലി ഇല്ലാതിരിക്കുന്നു. ഇങ്ങനെ ഓരോ പാർക്കുകളും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ജോലി കൊടുത്ത് അങ്ങനത്തെ ആശയങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ ഇവരെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് കേട്ടോ. ഇവരത് എല്ലായിടത്തും ആ പുല്ലൊക്കെ കട്ട് ചെയ്ത് നോക്കിയാൽ എല്ലായിടത്തും അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. ഒരുപാട് ചൈനീസ് ട്രാവലേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യണ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ചൈന നമുക്ക് പറയാൻ പറ്റണ്ട. എവിടെ പോയാലും ചൈനയിൽ നിന്നുള്ള ആൾക്കാർ ട്രാവലേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ബിൽഡിങ്ങുകൾ നിറഞ്ഞിരിക്കട്ടാ. ഈ സ്കോട്ട്ലാൻഡിൽ അല്ലെങ്കിൽ ഈ എഡിൻബർഗ് പ്രത്യേകതയാണെന്നറിയോ, 75% ഉണ്ടല്ലോ യുനെസ്കോ ബിൽഡിങ്ങുകളാണ്. ആലോചിക്കാൻ പറ്റുമോ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് 1800കളുടെ ബിൽഡിങ്ങുകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ കണ്ടോ ഓരോ വെറൈറ്റി തരത്തിലുള്ള നിർമ്മിതികളാണ് നമ്മൾ കാണുന്നത്. എനിക്കത് അതാന്ന് തോന്നുന്നുണ്ട് എഡിൻബർഗ് കാസ്റ്റിലിട്ടാ. അവിടെ ഒരു മലയുടെ മേലെ ഒരു കാസ്റ്റിൽ പണിത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് പതുക്കെ മൂവ് ചെയ്യാം. ഇവിടെ വലിയൊരു പാർക്ക് നമുക്ക് കാണാം. ഈ UK തന്നെ ഏറ്റവും കൂടുതൽ പാർക്കുകളുള്ള സിറ്റി എഡിൻബർഗ് ആണ്. ഏകദേശം 112 പാർക്കുകളാണെന്ന് പറയണടാ. ഗ്രീൻ സിറ്റി എന്നും ഈ എഡിൻബർഗിനെ അറിയപ്പെടുന്നു. 112 പാർക്കുകളൊക്കെ ഒരു സിറ്റിയിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിയിൽ അവരെ മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ആലോചിക്കുക. വെറുതെ ഒന്നല്ല ഇവർ ഈ നിർമ്മിതികളുടെ അപ്പന്മാരെന്ന് പറയണടാ.
അങ്ങോട്ട് നോക്കും, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണ്ടടാ. എല്ലായിടത്തും ഓരോ സ്റ്റാച്യൂകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മളെ ഇൻസ്പയർ ചെയ്യണ വേറെ കാര്യങ്ങളുണ്ടാ. ഞാനെന്ന് ട്രാവലറിന് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അതാവുന്ന പറയടാ, ആഡം ബ്ലാക്ക് ഇതാടാ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, സിറ്റി ഓഫ് എഡിൻബർഗ് 1874 പണിതിട്ടുള്ള സ്റ്റാച്യൂസ്. അതിരുന്ന് എടുക്കുക ഒരു ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഒരു കഫേ ഇട്ട് നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ. ഈ ഫിഷ് ആൻഡ് ചിപ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് UK ആണ് ശരിക്കും ലോകത്തിലെ ഈ ഫിഷ് ആൻഡ് ചിപ്സ് എന്നുള്ളൊരു കൾച്ചർ പഠിപ്പിച്ചേട്ടാ. UK എന്നാണ് ഈ പറഞ്ഞ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും സൗത്ത് ആഫ്രിക്കയിലേക്കും നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഉത്ഭവിച്ചത് ഈ പറഞ്ഞ UK എന്നാണ് കേട്ടോ. UK എന്നാണ് ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഉത്ഭവം. അത് പറഞ്ഞ് ഇങ്ങനത്തെ വേറെ സ്റ്റാച്ചു അത് ഏതാണോ അതിന് മുമ്പിലൊരു മരം വെച്ചത് മയിലാടാ, മരത്തിനെ നോക്കി നിൽക്കണ പോലെ കേട്ടോ. നമ്മുടെ നാട്ടിലെ അപൂർവമായിട്ട് ഇപ്പം കാണാൻ പറ്റും. ഇപ്പം ഇല്ല തന്നെ തോന്നണ്ട. നമുക്ക് കാർഡ് വെച്ചിട്ട് ഫോൺ വിളിക്കട്ടെ അവിടെ. നമുക്ക് ടെലിഫോൺ സെൻറ്റർ ഇത് നമ്മൾ പറഞ്ഞ ജോൺ വിൽസൺ ട്ടാ, 1854. ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരാട്ടാ. ഇവിടുത്തെ ആർട്ട് ഗാലറിയാന്ന് തോന്നുന്നുണ്ടോ. ഇവിടുത്തെ ആർട്ട് ഗാലറി കാണാനായിട്ട് ഫ്രീ എൻട്രിയാണ്. ക്യൂ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാട്ടാ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു ആർട്ട് ഗാലറി ഇങ്ങനെ ക്യൂ നിന്ന് കാണുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് സ്കോട്ട്ലാൻഡ് വരുമ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്ന സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആർക്കിടെക്ചറിനൊപ്പം തന്നെ ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ എല്ലാം വെറൈറ്റി കൾച്ചറിന് ഇവിടെ കാണാൻ പറ്റാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ആർട്ടുപരമായിട്ട് അതേപോലെ ലോകത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് സ്കോട്ട്ലാൻഡിലാണ്. ഫ്രിഞ്ച് ഫെസ്റ്റിവൽ എന്നാണ് അതിനറിയപ്പെടുന്നത് കേട്ടോ. അത് ഓഗസ്റ്റ് മാസത്തിലാണോ ജൂലൈയിലാണെന്ന് അറിയില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഫെസ്റ്റിവൽ. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 360 അല്ലെങ്കിൽ 180 ഡിഗ്രിയിലൊക്കെ ഫുള്ള് കാഴ്ചകൾ കണ്ടോ. മെയിൻ സിറ്റിയിൽ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയ കാഴ്ചകൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. അത് വന്നിട്ട് നമുക്ക് പതുക്കെ നടന്ന് എന്തെങ്കിലും കഴിച്ച് നമുക്കിനി നമ്മുടെ മെയിൻ സംഭവങ്ങളിലേക്ക് കിടക്കട്ടാ. നിർമ്മിതികളും സംഭവങ്ങളും കണ്ട് ഇങ്ങനെ നമ്മൾ അത്ഭുതത്തോടെ 1700-കളിലും 800-കളിലും ഒക്കെ പണിതിട്ടുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ കാണണേട്ടാ. എന്താല്ലേ ഇവിടുത്തെ ആൾക്കാരെ സൂര്യനെ കാണാത്തത് കൊണ്ടാണോ ആള് സൂര്യനെ നോക്കി നിൽക്കുന്നത്? അങ്ങനെ നമ്മൾ ഇക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ കണ്ടിരിക്കണേ. നമസ്കാരം, പേര് റിറ്റോ, നാട് റാന്നി. നമ്മുടെ ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. നമുക്ക് ചെറുപ്പം മുതലേ അറിയാമല്ലോ. നിങ്ങളുടെ ധൈര്യം ഇവിടെ എന്തൊരു ചെയ്യണ? ഞാനിപ്പോ ഇവിടെ സ്റ്റഡീസ് കഴിഞ്ഞിരിക്കും. ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോണം യോർക്ക് വരെ. യോർക്ക് വരെ ജോലിക്ക് കയറിയോ? ഞാനിവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. വേറൊരു മീറ്റിംഗും ഇതിന്റെ. സ്കോട്ടിഷ് ജീവിതം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സ്കോട്ടിഷ് വിസ്കി അടിച്ചിട്ടാണോ ജീവിതം നടക്കുന്നത്? അടിപൊളി. ഇവിടെ വേറെ നമുക്ക് അടുത്ത് പെട്ടെന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഏതാ? ഉണ്ട് ചേട്ടാ. ഈ ക്രെമൺ ബീച്ച് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ സിറ്റി സെന്റേഴ്സ് ഉണ്ട്. എഡിൻബ്ര ഓൾഡ് ടൗൺ ഉണ്ട്. ഓൾഡ് ടൗൺ ഞങ്ങളിപ്പോ മൂവ് ചെയ്യണത്. ആരൊക്കെ ഉണ്ട് ചേട്ടനാണോ? എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ നിനക്ക് കണ്ടതിൽ സന്തോഷം. തീർച്ചയായും. താങ്ക് യു. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. കാണാൻ പറ്റില്ല, വലിയ മനുഷ്യനെ കാണാൻ പറ്റില്ലേ? എവിടെ? ഇല്ല. ഫ്ലിക്സ് ബസ് കണ്ടു. ഫ്ലിക്സ് ബസ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞാൻ പാർക്കിന്റെ സൈഡില്. ബാ. Welcome to Scotland. Nice to meeting you. The real and only Mohammed Iqbal. Yes. Okay. അപ്പൊ ഇതാണ് നമ്മുടെ ആള് രണ്ടുപേരും മുട്ടണ്ടവരും. എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള്? യാത്ര നിങ്ങൾ 50,000 രൂപയ്ക്ക് 50,000 ആയില്ല. 50,000 ആയില്ല. 42,700. എവിടെ തുടങ്ങി? കൊച്ചിന്ന് കോഴിക്കോട് തുടങ്ങി മലബാർ ടു കൊച്ചി ലണ്ടൻ. മലബാർ രാജ്യം ഒമാൻ, ഇസ്താംബുൾ, ബൾഗേറിയ, റൊമാനിയ,
സോറി ട്ടാ. റൊമാനിയെന്നു നമ്മൾ അൽബേനിയ, അൽബേനിയ, അൽബേനിയെന്നു മസഡോണിയ, മസഡോണിയ, മസഡോണിയെന്നു കൊസോവോ, കൊസോവോ, ഓ കൊസോവേന്നു കൊസോവോ, സെർബിയ, സെർബിയ, സെർബിയെന്നു ബോസ്നിയ, ആ അങ്ങനെ ലണ്ടൻ. ഓ 10 രാജ്യം. ഞങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ 5 വർഷത്തെ ഞങ്ങളുടെ പരിചയമാണ്. ഞങ്ങൾ ഇത്തിരി ഒരു ഫ്രീഡം കൂടുതൽ കാണിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ബന്ധപ്പെടുമ്പോൾ ഇക്ക ഒരു വലിയ നമ്മളന്ന് 17 രാജ്യങ്ങൾ സഞ്ചരിച്ച് നിൽക്കുമ്പോൾ ഇക്ക അന്നൊരു 37-40 രാജ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എനിക്കൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷനായിരുന്നു. ഇക്ക എന്താ പറയുക രാജ്യങ്ങൾ ഇപ്പോൾ ധൈര്യമായിട്ട് യാത്ര ചെയ്യുന്നൊക്കെ അന്ന് സംസാരിച്ചപ്പോൾ അല്ലേ, അവിടെ നിന്ന് ഇവിടെ വരെ കാണാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചില്ലേ. അപ്പോൾ അതൊരു നല്ലൊരു പോയിന്റിൽ, ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റിലാണ് ഞങ്ങളുടെ കണ്ടുപിട്ടി. അത് കറക്റ്റ് ആട്ടോ. ഈ പോയിന്റ് ആണ് വലിയ പ്രധാനം. പോയിന്റാണ് പ്രധാനം. പോയിന്റ് ടു പോയിന്റ് ആണ്. മൈക്കാണത്. എന്റെ പൊന്നോ. എങ്ങനെയാ ചാനൽ തുടങ്ങി അത് പറയും. എങ്ങനെ ചാനൽ തുടങ്ങിയെന്ന് പറയും. ചാനൽ തുടങ്ങിയത് നിന്നെ കണ്ടിട്ടാണ്, ഒരു സംശയമില്ല. ചാനല് സ്റ്റാൻഡപ്പും ട്രെയിനിങ് നന്നായാ. ട്രാവൽസ് ട്രെയിനിങ് അടിപൊളി. അത് മതി. എന്തായാലും അടിപൊളിയാവട്ടെ ചാനൽ. ഐക്യു ട്രാവലർ അല്ലേ, ഐക്യു ട്രാവലർ എന്നാണ് ഇക്കരെ ചാനല്. ഞാൻ അടിയിൽ ലിങ്കും സംഭവങ്ങളൊക്കെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും കൂടുതൽ ലൈവ് എന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതെ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചത് മിക്ക നിങ്ങൾ വെറുതെ ട്രാവൽ ചെയ്തിട്ട് കാര്യമില്ല, ലോകം കൂടി ഒന്ന് ലോകത്തിന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്ക്. എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം ആകുമ്പോൾ ആണല്ലോ. അപ്പോൾ പുള്ളിക്കാരനൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ നമ്മൾ കാണുന്നേക്കാളും ചൈന ബേസ് അല്ലേ, അപ്പോൾ ചൈന ബേസ് ചെയ്ത് 24 വർഷമായി. ചൈനീസ് ബിസിനസ്സുകാരാണ്. അപ്പോൾ ചൈന ബേസ് ചെയ്തിട്ടുള്ള കച്ചവടക്കാരനും കൂടിയാണ്. അപ്പോൾ മലബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കച്ചവടം ഇല്ലാണ്ട് എന്ത് ചൈന എന്നല്ലേ. മലബാറിൽ സ്നേഹം, ബിരിയാണി, കച്ചവടം, ഇതാണ് നമ്മുടെ പരിപാടി. അതെ. അപ്പോൾ ചൈനീസ് ബിസിനസ് സമ്പ്രദായം നമുക്ക് ഒരു ദിവസം ചൈനയിലേക്ക് വരണം തീർച്ചയായിട്ടും. പ്രേക്ഷകർക്ക് അടിച്ചു പൊളിച്ച് ചൈന കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിന്ന് തുടങ്ങണ സ്കോട്ടിഷ് വില്ലേജ് അല്ല, സ്കോട്ടിഷ് എന്താ പറയാ ഒരു ഓൾഡ് ടൗൺ കാണാണ്ട്. ഒപ്പം ഒരു ചായ വാങ്ങാം, ഒരു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, കോഫി. പുള്ളി കോഴിക്കോട് ഒരു കളരി സ്ഥാപനം, ആയുർവേദിക് കളരി സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്, ആയുഗ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കോഴിക്കോട് അപ്പോൾ ഒരു ദിവസം നമുക്ക് കോഴിക്കോട് പോകുമ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യാം. നമ്മൾ ഗ്രിക്സിന്ന് ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്, 2 പീസും പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഗ്രിക്സിന്റെ കോഫിയാണ് എൻ്റെ ഫേവറേറ്റ് കോഫി. ഇങ്ങനെയാണ് യാത്ര പറയാം. മനസ്സുറക്കം കേട്ടോ. യാത്ര അടിപൊളി. എത്ര ദിവസം പിടിച്ചു അവിടെ നിന്ന് മലബാർ ടു യുകെ അടിക്കാനായിട്ട്? കറക്റ്റ് 15 ദിവസം കൊണ്ട് തന്നെ. 15 ദിവസം കൊണ്ടുള്ള ടാർഗറ്റ്. അത് യാത്രാനുഭവങ്ങളൊക്കെ അടിപൊളി. യാത്രാനുഭവങ്ങൾ കുറച്ച് വിഷമമുള്ളതുകൊണ്ട് സ്വാഭാവികമാണല്ലോ. യാത്ര എന്ന് പറയാൻ കുറച്ച് വിഷമമാണല്ലോ. ഏറ്റവും കൂടുതൽ ഒരു വിഷമം ഉണ്ടായത് നമുക്ക് ഇവിടെ സെർബിയയിലാണ്. സെർബിയ ബോർഡർ, മസഡോണിയയിൽ നിന്നും സെർബിയയിലേക്ക് ഞാൻ കടക്കുന്ന സമയത്ത് എനിക്ക് ഒരു എന്താ പറയുക, അവരവിടെ മുസ്ലിം ഈ അൽബേനിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മുസ്ലിമിൻ്റെ ഒരു ഇഷ്യൂസ് വരെ പണ്ട് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂസാണ്. മുസ്ലിം രാജ്യമായിട്ട് മാറുകയും സെർബിയ വേറെയും ബോസ്നിയാവും ഒക്കെ ചെയ്ത കുറേ ചരിത്രങ്ങൾ ഉണ്ടാവും. അത് പഴയ 20 വർഷത്തെ ചരിത്രം അറിയുന്നവർക്കറിയാം. ഇപ്പോഴും അവർ ഈ ബോർഡറിൽ നമ്മളെ പേരിൽ മുസ്ലിം എന്നൊക്കെ കാണുമ്പോൾ മുഹമ്മദ് എന്നാണ് എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ്. മുഹമ്മദ് കാണുമ്പോൾ തന്നെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേകതയിൽ ഉന്നങ്ങോട്ട് മാറ്റി നിർത്തി ടെററിസ്റ്റ് ഒന്നല്ല. പക്ഷേ അതാണ് അവര് നമ്മളെ ഏത് രീതിയിൽ എന്തൊക്കെ ഹറാസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പിടിച്ചെന്നാണ്. അവർ ഉള്ളിൽ കൊണ്ടുപോയി, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് 2 എടുത്ത് കൊണ്ടുപോയിട്ട് ഫുൾ ചെക്കപ്പ് ആയിരുന്നു. പിന്നെ ഒരുത്തൻ പെട്ടെന്ന് വന്ന് എൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഡോർ അങ്ങോട്ട് അടിച്ച്. ഞാൻ വിചാരിച്ചു വേദന ആക്കാനോ എന്തോ ചെയ്യാനാണ്. ഒന്നും ചെയ്യുകയും ചെയ്തില്ല. എൻ്റെ ഡ്രസ്സ് ഫുൾ അയക്കാൻ പറഞ്ഞു. എന്നതിന്റെ ശേഷം ബാക്ക് സൈഡ് നിർത്തിയിട്ട് അവിടെ ടോർച്ച് പോലും അടിച്ചു നോക്കി എന്നുള്ളതാണ് സത്യം. നമ്മൾ ആരോടും പറയാൻ പാടില്ല. സത്യം. മതങ്ങളെ പറ്റി പറയുമ്പോഴും മുസൽമാൻ അല്ലെങ്കിൽ മുസ്ലിമായ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചില ബോർഡറുകൾ പ്രത്യേകിച്ച് എൻ്റെ പേരിൽ മുഹമ്മദ് എന്നുള്ളതുകൊണ്ട് ബോർഡറുകളിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. ഇവൻ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ ഞാനൊരു ചിരിയും ചിരിച്ച് അവൻ്റെ മുന്നിൽ നിന്നു. കാരണം അവനൊരു ഉദ്യോഗസ്ഥനാണ്, അവന് റൂളുണ്ട്. ആ ബോർഡറിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ അവന് ചെയ്യാം, എന്നെ വേണമെങ്കിൽ റിജക്റ്റും ചെയ്യാം. അപ്പം ഞാൻ അതിൽ സ്വഭാവ വ്യത്യാസങ്ങളൊന്നും കാണിക്കാതെ ക്ഷമിച്ച്
പിടിച്ച് നിന്നിട്ട് തന്നെ കടന്നു പോകും. നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാൽ എവിടെ പോലും ചിരിച്ച് നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചിരി എവിടെ പോലും നിങ്ങൾ ഏത് ഓഫീസറുടെ അടുത്തായാലും ഏത് ബോർഡറിലായാലും ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും. എന്തായാലും യാത്ര കഴിഞ്ഞൂടെ എത്തിയല്ലോ, തീർച്ചയായിട്ടും. അത് നമ്മുടെ ചായ കുടിച്ച് വർത്താൻ പറഞ്ഞാൽ കുറേ സമയം പോയില്ല. അങ്ങനെ നമുക്ക് ഹോസ്റ്റലാണ് നോക്കിയാലോ, ഹോസ്റ്റൽ പോയിക്കണം. ഇവിടെ അടുത്തുള്ള ഹോസ്റ്റലുണ്ടാണ്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര 5 സ്റ്റാർ ട്രിപ്പൊന്നുമല്ല. നമ്മളെങ്ങനെ ചിലവ് കുറച്ച് ഒരു രാജ്യം കറങ്ങി തീർക്കും. പിക്കയുടെ കഴിഞ്ഞ സീരീസ് അങ്ങനെയാണല്ലോ, 50,000 രൂപയ്ക്ക് മലബാർ ടു ലണ്ടൻ അടിച്ചല്ലേ. അപ്പോൾ ആൾക്ക് ഇനി ആ ഒരു ഇത് അങ്ങനെ പൊക്കോട്ടെ. നമ്മൾ പുതിയ വലിയ റൂമൊന്നും എടുത്തിട്ട് അങ്ങനെ കളയണ്ട അല്ലേ, ഉറക്കം കിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ഹോസ്റ്റലൊക്കെ എടുത്ത് അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ പറ്റുമോ നോക്കി നോക്കാം, അറിയില്ല. അപ്പോൾ അടുത്ത നമുക്ക് വല്ല ഹോസ്റ്റലൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഈ യൂറോപ്യൻ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതായിരുന്നു? മോണ്ടിനെഗ്രോ. വേറെ ഏത്? ലോകത്തെ സ്വർഗം. നമ്മള് മുന്നാറില്ലേ, നമ്മള് മുന്നാറിന്റെ നേരെ ചോടെ ഒരു നീല കടൽ കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് ഒറിജിനല് മോണ്ടിനെഗ്രോ പോയി കണ്ടോ, ഒന്നും നോക്കാനില്ല. കുറെ നാളെ പോണെന്നൊക്കെ ആ റൂട്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെ കുറെ രാജ്യങ്ങൾ അടിക്കണല്ലോ. അതെ ആ ഭാഗത്ത് കുറെ രാജ്യങ്ങളുണ്ട്. ഓക്കെ, അടുത്ത യൂറോപ്യൻ യൂണിയനിൽ വരാൻ പോകണേ. പിന്നെ വേറെയുള്ള ബാൽക്കൻ കൺട്രീസ് പോലെ അല്ല കേട്ടോ, ഭയങ്കര അടിപൊളി വൃത്തി സെറ്റപ്പ്. പിന്നെ അവിടെ യൂറോ ആണ് കറൻസി, അവർക്ക് ഇൻഡിവിജ്വൽ കറൻസി ഇല്ല. പിന്നെ എല്ലാം കൊണ്ട് എനിക്ക് 10 നാവാണ് അതിൽ പറയുമ്പോ സ്വന്തം എന്തോ പറയുന്ന പോലെ. അടിപൊളി. നമ്മുടെ ലോങ് ബ്രിഡ്ജ് ലോങ് സ്റ്റെപ്പ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കടന്നു പോയിട്ട് ഈ കല്ലിന്റെ കുഴി പോലെയല്ലേ കറക്കണ ഭാഗം. നിന്നെ പോലത്തെ ആൾക്കാരായിരിക്കും കേറിയില്ല. നിന്നെ പോലത്തെ ആള് വന്നത് ഇങ്ങനെയൊന്നും അറിയുന്നില്ല എന്നല്ലേ, നമ്മളതിനെ വേദനിപ്പിക്കാതെ പോകും. വമ്പം കേട്ടാ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാടാ നല്ല വ്യൂ ഉണ്ട്. മുകളിൽ എവിടെയാണ് നമ്മളിന്ന് നിൽക്കാൻ പോണ സ്ഥലം ഉണ്ടല്ലോ, ഒരു വെറൈറ്റി സ്ഥലമാണ്, കാണിച്ചു തരാം. ഒരു ഹെവി ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ വേറൊരു കാഴ്ച നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ പോകണ്ടാ. നടക്കാണ്ട് പണിയുണ്ട് കേട്ടാ. ബാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 75% യുനെസ്കോ ബിൽഡിംഗ് എന്ന് പറഞ്ഞ വേറെ കാര്യം കണ്ടോ നിങ്ങൾ? ഫുള്ള് സ്റ്റാറ്റ്യൂസും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടോ? വേറെ ടച്ചിലട ആർക്കിടെക്ചറിൻ്റെ വേറൊരു രൂപട്ടാ. ഇത് ബ്ലാക്ക് വാഷ് നോക്കിയാ, ഫുള്ള് ചരിത്രം തുടങ്ങിയത് കേട്ടോ. നിർമ്മിതികൾ കണ്ടിട്ട് ബോധം പോയി. ഇക്ക വീട്ടിലേക്ക് വിളിച്ചുള്ള സ്കോട്ട്ലൻഡ് കാണിച്ചുകൊണ്ടിരിക്കട്ടാ. അസ്സലാമു അലൈക്കും. എന്താണ് സ്കോട്ട്ലൻഡിന്റെ കാഴ്ച കാണിച്ചു കൊടുക്കണം. നമ്മളെ രണ്ടാളും ഇങ്ങനെ ഒന്നും പറയണ്ട, ഫുള്ള് എഡിൻബർഗ് നമ്മള് വാങ്ങി. അതെ, ഹോസ്റ്റലിലേക്ക് പോണ ഏരിയ കാണാടാ. നിർമ്മിതികളുടെ ഉള്ളിലാണ് നമ്മൾ താമസിക്കാൻ പോണടാ. കോഫി ഷോപ്പൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ. ഓ അമ്മേ, ഓരോ വഴികളിൽ നിന്ന് കയറി വരുമ്പോഴുള്ള കാഴ്ച ഉണ്ടോ നിങ്ങൾ? അത് കളി അവിടെ ഒരു പള്ളി, പള്ളി തന്നെയാടാ, എമ്മരത്തെ പള്ളിയാന്ന് നോക്കിയാ. ഇതിങ്ങനെ കണ്ടു നടക്കാം, അതന്നെ വലിയ കാര്യം കേട്ടോ. കാണുന്നുണ്ടോ? പള്ളിയുടെ ബ്ലോക്കാക്കി ഇട്ടിരിക്കുക നമ്മുടെ വഴി. ഹോസ്റ്റലിൻ്റെ വഴി ഇതെല്ലാം കണ്ട് കിടക്കണ്ട. നമ്മൾ സ്കോട്ട്ലൻഡിൽ നിന്ന് കാണുമ്പോൾ മെയിനായിട്ട് കാണുന്ന കളറാണ് കണ്ടത് നോക്കിയാൽ. നമ്മുടെ അവിടുത്തെ സ്കോട്ടിഷ് ബനിയൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാണ് വിൽക്കേണ്ടത്. ഈ ഒരു ഷെയ്ഡ് കണ്ട, ഇതൊരു പ്രത്യേക ഷെയ്ഡ്. ഇത് സ്കോട്ടിഷ്, ഇവരുടെ ഇത് കുട്ടികളുടെ ഡ്രസ്സിനാണെങ്കിൽ ആ സെയിം ഷെയ്ഡ് ഉണ്ട് അവിടെ കണ്ട. നമ്മൾ ഈ പരേഡിനും പാർട്ടിക്കൊക്കെ കാണുന്ന സെയിം സ്ക്വയർ, ആ ഒരു എല്ലാ കളറിലാണെങ്കിലും ആ സെയിം സ്ക്വയറിലായിരിക്കും ആ ഷെയ്ഡ് കണ്ട. ഫുള്ള് സോവനിയർ ഷോപ്പുകളാണ് മൊത്തം എല്ലായിടത്തും. നമ്മുടെ വഴി കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗുഹയുടെ ഉള്ളിൽ കിടക്കുക. എവിടെയാ നോക്കട്ടോ, ഒരു ഹോസ്റ്റൽ തപ്പിയിട്ട് നമ്മൾ പോണ കാഴ്ചയാണ്. അതെ, നഗരത്തിൻ്റെ ഉൾവഴികളിലൂടെ ഫുള്ള് ഒരു 200 കൊല്ലെങ്കിലും പറക്കണ്ട അവിടെ നോക്കിയേ.
അതിനും കൂടുതലുണ്ടാവും അല്ലേ? പിന്നെ ഇവരെ കഥകളൊക്കെ ഈ കല്ലിന്റെ പണി കണ്ടിട്ട് ഇപ്പൊ റോമാ സാമ്രാജ്യം കണ്ടിട്ടോ അവിടെ നോക്കിയാ അല്ലേ? കല്ലിന്റെ എമ്മരത്തെ കല്ല പൊട്ടി പണിതെന്നറിയാം. നമ്മളെ വഴി തെറ്റിയിട്ടില്ലെന്ന് വിചാരിക്കണം കേട്ടോ. അടിഭാഗത്ത് ഫുള്ള് മൾട്ടിപ്പിൾ കളറാണ് അല്ലേ? അടിയിലേക്ക് ഇറങ്ങി വേറെ കഴിച്ചോ. കുറെ ആൾക്കാര് ഒരു സ്ട്രീറ്റ് കോഫി ഹൗസിലേക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ വരികയുണ്ട. അവിടെ ഫുള്ള് മൾട്ടിപ്പിൾ കളറില് വിസ്കി ഷോപ്പ് ഉണ്ടോ? വിസ്കി ഷോപ്പ് നമ്മുടെ ഹോസ്റ്റലിൽ ഈ വഴിക്ക് തന്നെയാടാ. വിസ്കിയുടെ സാമ്രാജ്യമാണല്ലോ അല്ലേ? ഓ, ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഒരു കട നോക്കി നിങ്ങൾ കളിക്കട്ടാ. പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ലല്ലോ. ഇത് അവരന്ന് ഫുള്ള് ഫില്ല് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. എന്തെങ്കിലും ഒന്ന് പുതിയ ഉണ്ടാക്കണം വെച്ചാൽ പാവത്തൊക്കെ കയ്യിലുള്ള സൗകര്യം ഇല്ല. അങ്ങനെ നമ്മുടെ കാസിൽ ഇത് എവിടെ നിൽക്കണു? നമ്മുടെ ഹോസ്റ്റലിൽ നേരെ മുമ്പിലെത്തിട്ടാ. നടന്ന് നമ്മള് സിംഹത്തിന്റെ മടയിലേക്ക് എത്തിയൊക്കെ ഇതിനിടെ എഡിൻബറ കാസിൽ നമ്മൾ കാണുന്നത് നേരെ മുമ്പിൽ നമ്മൾ താമസിക്കാൻ നോക്കണത് ഇവിടെയാട്ടാ. സെൻറ്റ് കൊളംബിയ ബൈ കാസിൽ ചർച്ചാണല്ലോ അത്. അപ്പോൾ കാസിൽ റോക്ക് ഹോസ്റ്റലാ ഇവിടെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. റൂം കിട്ടിയില്ലാണ്ടാ. ആ ഹോസ്റ്റലും കാസിലും കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ. നമ്മുടെ പാസ് കിട്ടി കിടക്കല്ല നമുക്ക്. ഹെവീസ് അല്ല കേട്ടോ, രക്ഷയില്ല. നോക്കിയാ ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കോട്ടിഷ് ലൈനിൽ നമ്മളൊരു തറവാട്ടിൽ താമസിക്കാന്നൊക്കെ പറയില്ലേ, ആ റേഞ്ചിലുള്ള സ്ഥലം. പിടിക്കാം നമുക്ക്. കളരി ആശാൻ കളരി നമ്മളെ എടുക്കരിക്കും കേട്ടോ. മുഹമ്മദ് ഇക്ബാൽ. നമ്മൾ താഴ്ത്തിക്ക് ഇറങ്ങണ്ട കേട്ടാ, ജാത്തിട്ട് ഇറങ്ങണ കേട്ടോ. നമ്മുടെ ഹോട്ടൽ റൂമിൽ താമസിക്കുന്നതിനേക്കാളും നമുക്ക് സ്വല്പം കൂടിയും കൺവീനിയൻറ്റും പൈസയേക്കാളും ഉപരി നമുക്കൊരു ആംബിയൻസ് കിട്ടില്ല ഹോസ്റ്റലാകുമ്പോൾ. നമുക്കൊരു ഫ്ലോർ താഴ്ത്തിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടാ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാസിലിൻ്റെ വ്യൂ കിട്ടുന്ന പറഞ്ഞത്. നമുക്കിവിടെ പതുക്കെ എൻട്രി ചെയ്യാം. നമ്മുടെ താക്കോല് തന്നുണ്ട്. അമ്മേ ആംബിയൻസ് ഇട്ടാ. നമ്മുടെ 23 റൂം നമ്പർ. ഇത് 24 അങ്ങടാണോ? ആ അങ്ങടാ. നമ്മുടെ സ്കോട്ടിഷ് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങാറ്. ഉദ്ഘാടനം ചെയ്യാൻ നല്ലൊരു അവസ്ഥ കേട്ടോ. നമ്മുടെ ബെഡ് നമ്പർ 30. അപ്പൊ ഇക്ക മുകളിൽ എടുക്കുന്ന ഉറപ്പായല്ലോ അല്ലേ? ഇവിടെ നിന്ന് നമുക്ക് ഒരു ആംബിയൻസ്, ഇവിടെ പ്രൈവസി ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാലുള്ളൊരു ആംബിയൻസ് നമ്മളിവിടെ കാണാനാണ്. നമ്മൾ പതുക്കെ ഇറങ്ങണ്. നമ്മുടെ ടോയ്ലറ്റ് കാണിച്ചേട്ടാ നിങ്ങൾക്ക്. വെറൈറ്റി ടോയ്ലറ്റ് കേട്ടോ. നമ്മുടെ ഏത് ഹോസ്റ്റലിൽ നമ്മൾ കാണാറുണ്ട്. കളർഫുൾ ടോയ്ലറ്റ് ഉണ്ട്. നിങ്ങൾ നല്ലൊരു കുളിമുറി, ഇവിടെ നല്ലൊരു മിറർ, അത്യാവശ്യം നല്ല ടോയ്ലറ്റ് സൗകര്യം ഇല്ലേക്ക. അടിപൊളി ടോയ്ലറ്റ്. ഈ ഇതിന് നമുക്ക് ചിലവ് എത്ര തരും? ഒരാൾക്ക് 16 പൗണ്ട്, ഏകദേശം 1600 രൂപയാണ് ഒരാൾക്കുള്ള ചിലവ് കേട്ടോ. നമ്മളെന്തായാലും യാത്ര ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാ ഈ മാപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു വികാരം ഉണ്ടല്ലോ, ആലോചിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്ന് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ. നമുക്കിവിടെ ഫ്രീ മിൽക്ക് ആട്ടാണ്. ആവശ്യത്തിന് വേണമെങ്കിൽ മിൽക്ക് എടുക്കാം, കാപ്പി ഉണ്ടാക്കാം, കോഫി ഉണ്ട്, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. വെള്ളം നമുക്ക് ഇവിടുത്തെ വെള്ളം അറിയാലോ. നമുക്ക് ഏത് പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് വേണമെങ്കിൽ വെള്ളം കുടിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ.
ഇപ്പൊ ഇതൊക്കെ എക്സിറ്റ് അടിക്കണോ അടുത്ത ഈവനിങ് കാഴ്ചകൾക്കായിട്ട്. ഒടുക്കത്തെ വൈബ് ഉണ്ടാ നമ്മുടെ കാശിലൊക്കെ വേറെ മുമ്പിൽ നിൽക്കണത്. വേറെ വൈബ് തന്നെയാണ്. തനത് രീതിയിൽ താമസിക്കാന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ. നമുക്ക് പതുക്കെ ഈവനിങ് അതായത് നമ്മൾ ഹോളിവുഡ് പടത്തില് പണ്ടത്തെ കാലത്തെ ചരിത്രങ്ങൾ പറയുമ്പോൾ കുറെ ആൾ കോട്ടൊക്കെ ഇട്ടിട്ട് ഡ്രാക്കുള മാതിരി നടന്ന് ഒരു മലന്റെ മുകളിലേക്ക് പോയിട്ട് ഇതുപോലത്തെ എനിക്ക് ആ ഫീലിംഗ് കേട്ടുള്ളൂ. നമ്മള് തമ്മില് ഒരുപാട് വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഒരു കൂട്ട് അടി കുടി ബന്ധം പറഞ്ഞ പോലത്തെ ഒരു സംഭവട്ടാ. പറയുമ്പോ പ്രായം തോന്നില്ല എന്നല്ലോ. നമ്മള് കാശിന്റെ മേലേക്ക് പതുക്കെ കയറടാ. ആ സ്കോട്ട്ലൻഡിന്റെ ഇതൊക്കെ വെച്ചിട്ട് നോക്കിയാ 3 രൂപ ഒരെണ്ണത്തിന്. അടിപൊളി. കയറാം നമുക്ക്. നമ്മളങ്ങനെ കാസിൽ കാണാൻ പോകുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊടുത്തിരിക്കുക. ഈ ഗ്യാസിൻ്റെ താഴെയുള്ള സൈഡിലാണ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പബ്ലിക്കിനെ അവർ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ. എന്തൊക്കെയാണ് സ്കോട്ടിഷ് ഫ്ലാഗ് ഇടുന്ന് പറക്കുന്നുണ്ട്, അത് വേറെ കാര്യം. കാസിലെത്തിയിട്ടാ. ലൈറ്റ് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അമ്മ അത് കളിക്ക്. ഈ കാസലിൻ്റെ ചരിത്രത്തിനാണ് ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നറിയാം. സംഭവം ഹെവി ചരിത്രമാണ് അതിൻ്റെ ഉള്ളിൽ എടുക്കണത്. പക്ഷേ ഇവിടുന്ന് ഈ നഗരം മൊത്തം, എഡിൻബറ നഗരം മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു കിഡ്ലൻ സൺസെറ്റും ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ഒരു വോൾക്കാനോ പൊട്ടിത്തെറിച്ച അല്ലെങ്കിൽ വോൾക്കാനിക്കായിട്ടുള്ള ഒരു മലയുടെ മേലാണ് ഈ കാസിൽ പണിത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ട് കണ്ടുവിടെ മുമ്പിൽ ഈ എഡിൻബറ നഗരം നമുക്ക് ഫുള്ളായിട്ട് കാണാം. കണ്ടോ എഡിൻബറയുടെ മൗണ്ടെയിൻ സിറ്റി എന്നും കൂടിയും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ചുറ്റുമലകളാൽ നിൽക്കുന്ന ഒരു സിറ്റിയാണ് കേട്ടോ എഡിൻബറ. അവിടെ നമ്മൾ നേരത്തെ വന്ന് കണ്ട ആ പള്ളി നമുക്ക് കാണാം. എത്രയോ ആൾക്കാർ വന്ന് കണ്ടു പോകണം കേട്ടോ. മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ് കേട്ടോ. വൺ ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ഇൻ ദി വേൾഡാണ് എഡിൻബറ. സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനം എഡിൻബറ ആണെങ്കിലും ഇതിനേക്കാളും വലിയ സിറ്റി ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി, ഗ്ലാസ്ഗോ എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പേര് ഗ്ലാസ്ഗോ എന്നായിരിക്കും. പക്ഷേ എഡിൻബറയാണ് സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനം. ഈ കാസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1100കളിൽ പണിത് ഉണ്ടാക്കിയതാണെന്ന് പറയണത്. ഇത് ഒരുപാട് പേര് മാറി മാറി ഇതിന് അധികാരം പിടിച്ചെടുത്തു. രാജാക്കന്മാർ, അതുമാതിരി പട്ടാള ഭരണം, അങ്ങനെ ഒരുപാട് ആൾക്കാർ നോക്കിയാൽ അവിടെ പീരങ്കൊക്കെ ഇരിക്കണം കേട്ടോ. കണ്ടോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഇത് ഭരിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു കാസിലിൽ ഭരിച്ചിട്ടുണ്ടെന്ന് പറയണേട്ടാ. ഈ ഒരു കാസിലിൽ ഉണ്ടായിരുന്നു പറയണേട്ടാ. എന്തായാലും എൻട്രി നിർത്തിയതുകൊണ്ട് കാസിൽ ക്ലോസ്ഡ്. ഇനി 9:30 ക്ലോസ് ചെയ്തല്ലേ? അതെ, 19.9 എന്താണ് ഓഫർ റേറ്റ് ഇട്ടിട്ട് ഒരു 10 പൈസ. അതല്ല, ഇനിയിപ്പോ നാളെ 9:30 തുറക്കുള്ളൂ. പറ്റിങ്ങനെ നമുക്ക് നാളെ രാവിലെ വരാം. പക്ഷെ നമ്മുടെ നാളത്തെ പ്ലാനിങ് വേറെ കാരണം എങ്ങനെയാ നോക്കാം. എന്തായാലും എന്തുട്ട കൺസ്ട്രക്ഷൻ അല്ലേ. എഞ്ചിനീയർമാരാണോ ഇപ്പോഴത്തെ എഞ്ചിനീയർമാർ ഈറ്റാലൊക്കെ ഉണ്ടാക്കാൻ കഴിയും? എങ്ങനെ ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ പോയാലും എനിക്ക് അതിശയം വരുന്ന ഒരു കാര്യമാണ്, അന്നത്തെ എഞ്ചിനീയർമാരെ പാരമ്പര്യം എവിടെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഏതെങ്കിലും പോയിന്റില് നമ്മുടെ താജ്മഹൽ അതിന് ഉദാഹരണമാണല്ലോ. എവിടെങ്കിലും എന്ത് ഉണ്ടാക്കിക്കണം, ആ തലേന്ന് ഓടണം ഇത്രയും സാധനങ്ങൾ. ആ തലൊക്കെ എവിടെ പോയിണ്ടാവല്ലേ. എവിടെ നോക്കിയാലുണ്ടല്ലോ 1700, 1800 അന്നൊക്കെ അവർ ആ കൊത്തി വെച്ചതിൻ്റെ നാല്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ബിൽഡിങ് പണിയുമ്പോൾ 2024, 25 എവിടെയെങ്കിലും എഴുതി വയ്ക്കണ്ട. നമ്മളെ പല സ്ഥലങ്ങളിലും നമ്മൾ പല ബിൽഡിങ്ങിലൊക്കെ നമ്മൾ പണിയുണ്ടെങ്കിലും അതിൻ്റെ ഇയർ എഴുതി വയ്ക്കില്ല. ഇവിടെ എല്ലാ ബിൽഡിങ്ങും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് 1810, 200, 250 വർഷം മുമ്പത്തെ ഐഡിയ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര അത്ഭുതമായിട്ട്. എല്ലാം നമ്മൾ ഓരോ കാഴ്ചകളും ഓരോ അത്ഭുതത്തോടെയാണ് നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. സൺസെറ്റിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരാട്ടോ, രക്ഷയില്ല. സൺസെറ്റിൻ്റെ ഭംഗി വേറെ ലെവലാണ്.
ഗോൾഡൻ കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്താണ് കേട്ടോ. എല്ലാവരും അന്താളിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. വരിയായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. വേറൊരു പ്രത്യേക ഒരു ഭംഗി, എല്ലാത്തിനും ഒരു ഫീലാണ്. ആ കാറ്റും ആ തണുപ്പും ആ സൺസെറ്റും ആ കളറും പിന്നെ നമ്മുടെ ഈ പാലസും എല്ലാവരും എൻജോയ് ചെയ്ത് ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാഴ്ചയായിരിക്കാം എല്ലാവരും മനസ്സിലും. ഈവൺ എൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു കാഴ്ച ഇവിടെ അല്ല കിട്ടുള്ളൂ, വേറെ ഇടത്തിൽ പോലും കിട്ടില്ല. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ യാത്ര തുടർന്നുകൊണ്ടിരിക്കണോടാ. നമ്മൾ കാസിൽ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് നിർമ്മിതികൾ കാണാൻ പറ്റും. നിങ്ങൾ നോക്കി നോക്കിയാ ഈ 200 കൊല്ലം മുമ്പ് അന്ന് നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് പ്രത്യേകത ഉള്ളത്, അല്ലെങ്കിൽ എന്ത് കണ്ടതുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നല്ല നല്ല നിർമ്മിതികൾ വരുന്ന ഇപ്പോഴും നമ്മൾ പറയും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു രസം വേറെ തന്നെയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ശേഷമുള്ള തലമുറയ്ക്ക് നമ്മുടെ നിർമ്മിതി കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് അത്ഭുതം. നോക്കി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് നോക്കി 10-200 വർഷം മുമ്പത്തെ കഥയെ പറയണ. 4 നിങ്ങൾ ചിന്തിക്കുക. ഇത് 200 തന്നെ ഉണ്ടത്, 400-500 ഉണ്ടാവും ചിലപ്പോൾ. ആ മരത്തെ കളിയാ. എല്ലാ ബിൽഡിങ്ങുകളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 75% യുനെസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ?